ജോയിന്റ് കൗൺസിൽ 56-ാം സംസ്ഥാന സമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള പതാകയാത്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പ്രയാണം തുടങ്ങി. ATUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ 56-ാം സംസ്ഥാന സമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള പതാകയാത്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പ്രയാണം തുടങ്ങി. ATUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ PS സന്തോഷ് കുമാറിന് കൈമാറി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടക സമിതി ചെയർമാൻ NS ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. സംഘടക സമിതി കൺവീനർ C പ്രസാദ് സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് MK ഉത്തമൻ, M സിദ്ധാർത്ഥൻ, KB ബിമൽ റോയ്, R സുഗലാൽ, ജാഥ മാനേജർ ഹുസൈൻ പുതുവന, വിനോദ് മുഖത്തല, C സുരേഷ്, VS സൂരജ്, M അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ഭീകരവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ഇത്തരം ആളുകളുടെ കയ്യിലുള്ള ആയുധങ്ങൾ മണിപ്പൂര് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവിടെ ആ മനുഷ്യർ എന്തുന്ന ആയുധങ്ങൾ ഒരു 100 വർഷക്കാലം അവരുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പണിയെടുത്താലും അത്രയും വിലപിടിപ്പുള്ള ആയുധങ്ങൾ ഒരിക്കലും വാങ്ങാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ ഏറ്റവും ആധുനികമായ ആയുധങ്ങളാണ് അവരുപയോഗിക്കുന്നത്. അപ്പോൾ തീവ്രവാദികൾ അവർക്ക് നൽകുന്നതാണ്. അതിനാവശ്യമായ സമ്പത്ത് പലപ്പോഴും അതിൻ്റെ ഉറവിടം സാമ്രാജ്യത്വ രാജ്യങ്ങളാണ്. അവർക്ക് അത്തരത്തിലുള്ള സംഘർഷം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയും വേണം. ഞാൻ എൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല. ഇന്ന് താലിബാൻ ഭരണം നടത്തുന്ന അഫ്ഗാനിസ്ഥാൻ ഒരു കാലഘട്ടത്തിൽ അതിശക്തമായ ഇടതുപക്ഷ സ്വാധീനവും അതുപോലെ തന്നെ ഇടതുപക്ഷ നയങ്ങളും മതേതരത്വ നയങ്ങളൊക്കെ ആവിഷ്കരിച്ച ഭരണാധികാരികൾ ഉണ്ടായിരുന്ന രാജ്യമാണ്. അവരെ നേരിട്ട് അട്ടിമറിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിനകത്ത് തന്നെ തീവ്രവാദികളെ വളർത്തിയെടുത്ത് അതിൻ്റെ ഭരണാധികാരിയെ കശാപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം വിളക്കുമരക്കാലിൽ കെട്ടിയിട്ട് പിന്നീടുണ്ടായ നാളുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ശാന്തി സമാധാനം അവിടെ ഉണ്ടായിട്ടില്ല. സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിൻ്റെ അടുത്ത നാളുകളിലാണ് ഇത് സംഭവിക്കുന്നത്. വലിയ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന രാജ്യമാണ്. പക്ഷെ പിന്നീട് തകർന്ന തരിപ്പണമായി. ഇന്ന് സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച്, പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച്, സംഗീതം കേൾക്കുന്നതിനുള്ള അവകാശം നിഷേധിച്ച്, എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശ നിഷേധവും നടത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഉള്ള കാലം മുഴുവൻ അത് നിലനിൽക്കും എന്ന് നമുക്ക് പറയാനും കഴിയും.